ഒരു ദുഃഖവാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. പോപ്പ് ഫ്രാൻസിസ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. ലോകസമാധാനത്തിനും ലോകത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ജനനം ഡിസംബർ 17, 1936 1958 ഈശോ സഭയിൽ ചേർന്നു. ബെനഡിക്റ്റ് 16 സ്ഥാനത്യാഗം ചെയ്തപ്പോൾ മാർച്ച് 13, 2013 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മുതൽ ലോകത്തിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗം ലോകത്തിന് തീരാ നഷ്ടമാണ്. ശരിയായ പേര് ഹെർഹെ മാരിയോ ബെർഗോളി എന്നാണ്. അദ്ദേഹം അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലാണ് ജനിച്ചത്. അന്ന് മുതൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച മറ്റൊരു ക്രിസ്തുവായി, മറ്റൊരു ഫ്രാൻസിസ് ആയി മാറിയ വ്യക്തിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. ഇത്രയും നാൾ ലളിത ജീവിതത്തിൻ്റെ ഒരു വ്യക്താവായിരുന്നു. യുദ്ധങ്ങളും അതിൻ്റെ കലഹങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെ യുദ്ധത്തെ മാറ്റുവാൻ വേണ്ടി അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു. ഗാസയിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും അവിടെ പട്ടിണി അകറ്റുവാനും അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം വഴിയായിട്ട് ലോകത്തിൽ ഒത്തിരി ആൾക്കാരുടെ കണ്ണീരൊപ്പുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഈ ലോകത്തിന് തീരാ നഷ്ടമാണ്. ലോകത്തെ കണ്ണീരാഴ്ത്തിയ ഒരു ദിനമാണ് ഇന്ന്. എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അഗാധമായ വേർപാട്, പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ലാളിത്യത്തിൻ്റെ ജീവിതമായിരുന്നു. മറ്റ് മനുഷ്യരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചിരുന്നു. പോപ്പ് ഫ്രാൻസിസ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. അദ്ദേഹം ദൈവത്തെ നമുക്ക് കാണിക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിലൂടെ നമ്മൾ ദൈവത്തെ കണ്ടു. അങ്ങനെ മറ്റ് മനുഷ്യരെ കൂടെ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കട്ടെ. പോപ്പ് ഫ്രാൻസിസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ മരണം നമുക്ക് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റൊരു ഫ്രാൻസിസ് ആകുവാൻ വേണ്ടി, മറ്റൊരു ഈ ക്രിസ്തുവായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.